കോളേജ് ടൈം കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ മാം പോയി കഴിഞ്ഞിട്ട് വാ, അപ്പൊ ഞാൻ ഇതിന്റെ പറയാൻ ഇപ്പൊ കുറച്ച് തിരക്കാന്നുള്ളത്. എന്തിന് പ്രിൻസിപ്പൽ മാം പോയി കഴിഞ്ഞിട്ട് ആളെ എടുത്തു പറഞ്ഞെന്ന് എനിക്കറിയില്ല. സെക്യൂരിറ്റിനെ വിട്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞു. കുട്ടി പഠിക്കാൻ ചെന്നപ്പോൾ മുതൽ ചെയർമാൻ കുട്ടിയോട് പറയുന്നത് ചെയർമാന്റെ മുൻകാല കാമുകിയുടെ രൂപസാദൃശ്യങ്ങളാണ് ഈ കുട്ടിക്കുള്ളതെന്നാണ്. അതായത് 6ാമത്തെ സെമസ്റ്റർ പരീക്ഷ എങ്കിൽ സമ്മതിച്ചില്ല. എന്താ കാരണം പറയണേ? കാരണം കുട്ടി 9 മണിക്ക് ചെയർമാനെ കാണാൻ ചെന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കാരണം പറഞ്ഞ് പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റും? ആരുടസിന് മേൽ കുട്ടികൾ തുരുതുര ആത്മഹത്യ ചെയ്തു. ഒരു സ്ഥാപനത്തിൽ എൻ്റെ അമ്മ എന്നാണ് പറഞ്ഞത്? ആ കഴിഞ്ഞ കൊല്ലം അതേ സ്ഥാപനങ്ങളെല്ലാം സീറ്റും ഇല്ല. ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ തന്നെ. കേരളത്തില് ഏതാണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരു 4000+ ഏജന്റുമാർ. ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റാണ് കോളേജുകാരുമായിട്ട്. നമ്മുടെ മക്കളെ വിട്ടു കഴിഞ്ഞിട്ട് എൻ്റെ കൊച്ച് അവിടെയാ സാറേ, അതിന് വല്ലതും സംഭവിക്കുമോ, ഇത് പുറത്തു പറയണോ? അവിടെ ചെല്ലുന്ന കുട്ടികൾക്ക് വേറെ പ്രശ്നമുണ്ട്. ഇവരെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഇന്റേണൽ മാർക്കിന്റെ പേരിൽ. ഇതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ സാറിനെ ഗുണ്ടകൾ ആക്രമിച്ചിട്ടുണ്ടല്ലേ? അതങ്ങനെ എനിക്ക് പറ്റിയത്. ഒരു കാലം നഷ്ടപ്പെട്ടു. ഈ പരീക്ഷാ ഓഫീസിൻ്റെ കൂടെ ഇച്ചിരി പൈസയാണ് കൂടുതലും വഴി. എന്താണെന്നറിയാമോ? കോപ്പിയടിപ്പിക്കാൻ. അതിന് പ്രത്യേകം ഫീസാ. ഈ 18-ാം തീയതി ഹൈക്കോടതി തുറന്നുള്ളൂ. അടുത്ത ആഴ്ചയിൽ ഞാൻ ഹൈക്കോടതി കയറും. CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു. ദയവായി പ്രേക്ഷകർ ഈ വീഡിയോ കാണുക, ഇതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുക. MK തോമസ് സർ, വെൽക്കം ടു ABC ടോക്ക്. നമസ്കാരം. ആദ്യമായിട്ട് പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ള എന്താണ് സാറിനെ ഇപ്പോൾ ഈ ഒരു ABC ടോക്കിലേക്ക് വിളിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഒരു വിദ്യാർത്ഥിയെ, ഒരു കോളേജിൻ്റെ ചെയർമാൻ 9 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിനിയെ റൂമിലേക്ക് വിളിക്കുകയും വിസമ്മതിച്ചപ്പോൾ പരീക്ഷ പോലും എഴുതിക്കാതെ ദ്രോഹിക്കുകയും ചെയ്ത ഒരു കേസ് സാറിൻ്റെ പേജിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കാര്യം കണ്ടപ്പോൾ പല ചാനലുകളും അല്ലെങ്കിൽ വേറൊരാളും ചെയ്യാത്ത ഒരു കാര്യത്തെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ എത്തിക്കാൻ കാണിച്ച ആ മനസ്സുകൊണ്ടാണ് ഞങ്ങൾ സാറിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ആ സംഭവം? ആ സംഭവം എന്ന് പറഞ്ഞാൽ ആ കുട്ടി പ്രതികരിച്ചുകൊണ്ട് മാത്രം ആ സംഭവം പുറത്തു വന്നു. ഇതുപോലെ പ്രതികരിക്കാതെ നിശബ്ദമായി പോകുന്ന 100 കണക്കിന് സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. സാർ പബ്ലിഷ് ചെയ്ത വീഡിയോ ഒരു നിമിഷം നമുക്കൊന്ന് കാണാം. എനിക്ക് ആഫ്റ്റർനൂൺ പോസ്റ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ നൈറ്റ് 9 മണി വരെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഇതിന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു കോളേജ് ടൈം കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ മാം പോയി കഴിഞ്ഞിട്ട് വാ, അപ്പൊ ഞാൻ ഇതിന്റെ പറയാൻ ഇപ്പൊ കുറച്ച് തിരക്കാന്നുള്ളത്. എന്തിന് പ്രിൻസിപ്പൽ മാം പോയി കഴിഞ്ഞിട്ട് ആളെ എടുത്തു പറഞ്ഞെന്ന് എനിക്കറിയില്ല. സെക്യൂരിറ്റിനെ വിട്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാനിതപ്പോ തന്നെ വീട്ടിൽ പറഞ്ഞു. അപ്പൊ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നീ അങ്ങനെയാണെങ്കിൽ പോവണ്ട. ആ കുട്ടിയുടെ ഫേസ്ബുക്കിലാണ് ആദ്യം ഇത് പോസ്റ്റ് ചെയ്തത് അല്ലേ? അല്ല കുട്ടിയുടെ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ച കുട്ടി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. സാറിന്റെ പേജിലല്ലേ അത് വന്നത്? ഞാൻ ഇട്ടത്. എന്റെ പേജിൽ ഇട്ടിട്ടില്ല. ആ വീഡിയോ സാറിനെ കുട്ടി അയച്ചു തന്നതാണ് അല്ലേ? അല്ല, ഞാൻ ഈ സംഭവം ഉണ്ടായിട്ട് ഞാൻ അവിടുത്തെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവർ പല വിഷയങ്ങളായിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാനും കർണാടകയിൽ അറിയപ്പെടുന്ന ഒരു മലയാളിയായ ഒരു ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തക സാറമ്മ മാത്യു, ഞങ്ങൾ 2 പേരും കൂടെ ഈ കുട്ടിയെ തപ്പിയെടുത്ത് കുട്ടിയെ പോയി കണ്ട് അതിനാവശ്യമായ എല്ലാ കൗൺസിലിംഗ് കൊടുത്ത്. കാരണം പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു പോയി കഴിഞ്ഞാൽ ഈ കുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്തു കഴിഞ്ഞ് ആ വാർത്ത അറിയുമ്പോൾ സമൂഹം അയ്യോ അങ്ങനെ ആയി പോയല്ലോ എന്ന് കരയാൻ മാത്രമേ പിന്നെ നമുക്കൊണ്ട് പറ്റത്തുള്ളൂ. അതിന് മുമ്പ് നമ്മൾ അതിനെ കണ്ട് അതിനൊരു കൗൺസിലിംഗ് കൊടുത്ത് ഒരു ധൈര്യം പകർന്നു കൊടുത്താൽ ഒരു ജീവൻ നമ്മൾ രക്ഷപ്പെടുത്തുക. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിപ്പം ഇന്നലെ 1 മാസം കഴിഞ്ഞിട്ട് വലിയ ഒരു ഓപ്പോസിറ്റുള്ള ആ കുട്ടി പഠിച്ച കോളേജിലെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ രാഷ്ട്രീയപരമായിട്ടൊക്കെ എല്ലാ ബന്ധമുള്ള ആൾക്കാരാണ്. ഇന്നലെയാണ് ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ടും സമ്മർദ്ദങ്ങളുടെ അവസാനം ഇന്നലെയാണ് കുട്ടിയുടെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. 1 മാസം എടുത്തു. ഈ കുട്ടിയെ കണ്ട കുട്ടി പഠിക്കാൻ ചെന്നപ്പോൾ മുതൽ ചെയർമാൻ ഈ കുട്ടിയോട് പറയുന്നത് ചെയർമാന്റെ മുൻകാല കാമുകിയുടെ രൂപസാദൃശ്യങ്ങളാണ് ഈ കുട്ടിക്കുള്ളതെന്നാണ് ചെയർമാൻ ഈ കുട്ടിയോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാരണം കുട്ടി പ്രിൻസിപ്പാളിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. പ്രിൻസിപ്പാൾ പറഞ്ഞു എനിക്കൊന്നും അറിയാൻ മേല, ഈ ചെയർമാൻ പറഞ്ഞു ചെയ്തോളാൻ. കാരണം ഈ ചെയർമാൻ്റെ ഭാര്യയാണ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ. അയ്യോ.
അതാണ് അതിനകത്ത് ഒരു വിരോധാഭാസം. അപ്പം ഈ സംഭവം ഉണ്ടായിട്ട് ഇപ്പം ഇന്നലെയാണ് അവസാനം പോലീസിൽ ഭയങ്കര ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തന്നെയാണ് കുട്ടിക്ക് ആവശ്യമുള്ള പരാതി എല്ലാം FIR കഴിഞ്ഞിട്ട് കുട്ടിയെ പോലീസ് ഇപ്പൊ പരീക്ഷ എഴുതാൻ അനുവദിച്ചു പറ്റിയില്ല. ആ കുട്ടിയെ അതായത് ഇപ്പോഴത്തെ പുതിയ സ്കീം അനുസരിച്ച് ഈ സെമസ്റ്റർ പരീക്ഷ ഈ എല്ലാ സബ്ജക്റ്റും പാസ്സായാൽ മാത്രമേ അടുത്ത സെമസ്റ്ററിൽ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ഈ കുട്ടിക്ക് 3ാമത്തെ വർഷം അവസാനത്തെ അതായത് 6ാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതാൻ ഇവർ സമ്മതിച്ചില്ല. എന്താ കാരണം പറയണേ? കാരണം കുട്ടി 9 മണിക്ക് ചെയർമാനെ കാണാൻ ചെന്നില്ല. അതാ കാരണമാണ് കുട്ടി പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാരണം പറഞ്ഞ് പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റുമോ? പരീക്ഷ എഴുതിപ്പിച്ച കാരണം ഈ ചോദിക്കാം, പക്ഷെ ആര് ചോദിക്കും? ഇവിടുന്ന് പോകുന്ന മക്കളും എല്ലാവരും ഒരിക്കൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാ അവകാശങ്ങളും അവിടെ പണയം വെച്ചു, അടിയറ വെച്ചു. ചോദ്യങ്ങളില്ല. അവർ പറയുന്നത് എന്താണോ അത് കേൾക്കുക. അവിടെ നടക്കുന്ന സംഭവം പുറത്തു പോലും പറയാൻ പറ്റത്തില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രക്ഷിതാക്കളോ അച്ഛാ നമ്മളെ അച്ഛ ഇവിടെ പ്രശ്നമുണ്ട്. എൻ്റെ മോളെ കാരണം കൂലിപ്പണിക്ക് പോയതാ, ഓട്ടോറിക്ഷ ഓടിച്ചാ, തൊഴിലുറപ്പിന് പോയതാ. മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിൽക്കടാ. ആ ഒരു സംഭവത്തിലാണ് പല കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റാതെ വരുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കരുതേണ്ട. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇത് പ്രതികരിക്കാൻ ഈ കുട്ടി മുമ്പോട്ട് വന്നതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. പ്രതികരിക്കാൻ പറ്റാതെ അടിച്ചമർത്തപ്പെടുന്ന 100 കണക്കിന് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. കാരണം എൻ്റെ അടുത്ത് ഞാൻ ഒരു 2 വർഷ കാലാവധിക്കകത്ത് മിനിമം ഒരു 800-850 പരാതി തന്നെ ഞാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല വിധമായ പീഡനങ്ങൾ, ഹറാസ്മെന്റ് എല്ലാം കൂടെ. പക്ഷെ അതിൽ എത്ര എണ്ണം കോടതി പോയെന്നുള്ള എനിക്കറിയത്തില്ല. പിന്നെ ആരും വന്നിട്ടുമില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതുകൊണ്ടായിട്ടുണ്ടല്ലോ. ഒരാൾ ഹോസ്റ്റലിൽ സൂയിസൈഡ് ചെയ്തൊരു സംഭവം ഞാൻ പറയാം. ഒരു ഏതാനും വർഷം മുമ്പ് ഒരേ ക്യാമ്പസിൽ തന്നെ ഒരു നേഴ്സിംഗ് നടന്ന സ്ഥാപനത്തിൽ തന്നെ 6 മേൽ കുട്ടികൾ തുരുതുര ആത്മഹത്യ ചെയ്തു. ഒരു സ്ഥാപനത്തിൽ എൻ്റെ അമ്മേ. എന്നാണ് സാറത്? ഈ 24-25 ഞാനിത് പറഞ്ഞു, ആരും പോരെന്ന് പറഞ്ഞു. ഇല്ല, ആ കഴിഞ്ഞ കൊല്ലം അതേ സ്ഥാപനങ്ങളെല്ലാം സീറ്റും ഫില്ല. ബാംഗ്ലൂർ തന്നെ. ഇതെങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇവർക്ക് എന്നെ ഈ കോളേജ് അഡ്മിഷൻ എടുക്കാൻ പോരുന്നവർ എന്നെ വിളിക്കും. സാറേ, എന്നിട്ട് ആ ഏജന്റ് പറഞ്ഞ അവർ പ്രേമനൈരാശ്യം മൂലമാണല്ലോ മരിച്ചതെന്ന്. അല്ല, ഈ ഏജൻസ് എന്ന് പറയുന്ന ഒരു വലിയ മാഫിയ. അത് എൻ്റെ ഒരു കണക്കില് കേരളത്തില് ഏതാണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരു 4000+ ഏജന്റുമാരുണ്ട്. ഇവർ ഈ കുട്ടികളുടെ നിന്ന് വാങ്ങുന്ന പണം കുട്ടികളതല്ല, ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് കോളേജുകാരുമായിട്ട്. അല്ല, അത് തന്നെ. പക്ഷെ കുട്ടികളെ പറ്റിച്ച് വാങ്ങുന്ന പണം ഫീസിന്റെ 2 ഇരട്ടി പൈസ വാങ്ങുന്നു. പിന്നെ ഈ കുട്ടികളെ കൊണ്ടുപോയി പെടുത്താവുന്ന കൊനസ്റ്റുകളിലൊക്കെ പെടുത്തുന്നു. വാതുറന്ന് സംസാരിച്ചാൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസം ഇല്ലാതായി പോകുന്നു. ഇത് ഈ കേരളത്തിൻ്റെ പുറത്തേക്കുള്ള, പ്രത്യേകിച്ച് മംഗലാപുരം, ബാംഗ്ലൂർ സ്ഥലത്തേക്കുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, എനിക്ക് തോന്നുന്നു ഈ ഒരു മാഫിയയ്ക്ക് ഇരയാകുന്നത് ഒരു വർഷം മിനിമം ഒരു 100 കുട്ടികളുണ്ടാവും അല്ലേ? 100 ഭാഗ്യോടെ പോയി. 100 നിസ്സാരം. ഇത് സംഭവിക്കുന്നത് ഈ +2 പരീക്ഷ കഴിയും. അപ്പോൾ ഒരു രക്ഷകർത്താക്കളുടെ ഒരു ആവലാതിയുണ്ട്. ഞാനൊരു രക്ഷകർത്താവ്, എൻ്റെ മോനോ മോളോ +2 കഴിയുമ്പോൾ എനിക്കൊരു ഇവിടെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അതിന് അടുത്ത വീട്ടിൽ ഒരാൾ പോയി നേഴ്സിംഗ് പഠിക്കാൻ കഷ്ടപ്പെട്ട് പോയി, അത് അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയി വലിയൊരു വീടും ബംഗ്ലാവൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്നാൽ എൻ്റെ മോളെയും വിട്ട് ഞാനും അതുപോലെ ആയിക്കോട്ടെ, നല്ല കാര്യം. നേഴ്സിംഗ് നല്ല തൊഴിലാണ്, ഒരുപാട് വേക്കൻസി ഉള്ളതാണ്. ഇനി ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇപ്പം ഈ വരും കാലങ്ങളിൽ വീടുകളിൽ പ്രായപൂർത്തിയായവർ മാത്രമേ കാണത്തുള്ളൂ. അവർക്ക് ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് കൊടുക്കാൻ പോയാൽ തന്നെ ജീവിക്കാനുള്ള കാശുണ്ട്. ഹോം നേഴ്സ് ആവാം. അപ്പം ഇതായി കഴിയുമ്പോൾ ഈ സ്കൂളുകളിൽ നിന്നെല്ലാം എങ്ങനെയൊക്കെയോ ഈ കുട്ടികളുടെ ഡേറ്റകൾ ചോർന്നു പോകും. അത് വർഷങ്ങൾക്ക് മുമ്പേ ഹയർ എഡ്യൂക്കേഷൻ്റെ അവിടുന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നിർദ്ദേശമുണ്ട്, കുട്ടികളുടെ ഡേറ്റ പുറത്ത് കൊടുക്കരുത്. പക്ഷേ എങ്ങനെയോ പ്രിൻസിപ്പളുമാരോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് എങ്ങനെയെങ്കിലുമൊക്കെ ഇവരുടെ ഡേറ്റ, പിന്നെ ഇത് ഈ 4000 പേരോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ആൾക്കാരുടെ കയ്യിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഇതെല്ലാം വീതം വെച്ച് കൊടുത്ത് ഓരോ ഏരിയയിലും
പിന്നെ രക്ഷകർത്താവിന് സ്ഥിരമായിട്ട് വിളിയാണ് പഠിക്കണ്ടേ. അപ്പോൾ ഇവർ പറയുമ്പോൾ രക്ഷകർത്താവ് കേൾക്കുമ്പോൾ എൻ്റെ കൊച്ചിനെ അങ്ങ് കൊടുത്താൽ മതി, ഇവൻ പഠിപ്പിച്ചും കൊണ്ട് തരും എന്നുള്ളൊരു ബ്രെയിൻ വാഷാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടങ്ങളിൽ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പൊങ്ങി വന്നപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചു പിള്ളേരല്ല, 17-18 വയസ്സ് വരുന്നവർ, അവർ ഈ അവിടുത്തെ ഈ കോളേജിൽ മക്കളെ അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയും. അവരും ആകർഷപ്പെട്ട് ആ സോഷ്യൽ മീഡിയ ബാംഗ്ലൂർ ലൈഫിന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവര് ഇപ്പൊ ഒരു ഈ ബാംഗ്ലൂർ പഠനം അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ ബാംഗ്ലൂർ പഠനം, ബാംഗ്ലൂർ നല്ല സ്ഥലമാണ്, മംഗലാപുരം നല്ല സ്ഥലമാണ്, ഹൈദരാബാദ് നല്ല സ്ഥലമാണ്, ചെന്നൈ നല്ല സ്ഥലമാണ്. പക്ഷെ ആ നല്ല സ്ഥലങ്ങളിൽ കുറേ ആൾക്കാർ ഈ മോശമായ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മറ്റവരെയും കൂടെ ബാധിക്കുന്നു. അല്ല, ഞാൻ ചോദിച്ചതല്ല, ഇപ്പം കേരളത്തിൽ നിന്ന് ഇങ്ങനെ നഴ്സിംഗും മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളും ഇതൊക്കെ എഞ്ചിനീയറിങ്ങും ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവിടുത്തെ പഠനം വേണ്ട എന്ന് വെച്ചാൽ അവരെ നമുക്ക് കേരള സംസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമോ? അത്രത്തോളം സീറ്റുകൾ? അതിനുള്ള സീറ്റില്ല. അതിനകത്ത് ഇത് പറയുമ്പോൾ നമ്മുടെ മക്കള് കേരള സംസ്ഥാനത്തിന് വെളിയിലോട്ട് പോകുന്നതിന് ആദ്യത്തെ കുറ്റം നമ്മുടെ ഇത്രയും വർഷങ്ങളായിട്ട് ഭരിച്ചു വന്ന ഭരണകർത്താക്കളല്ലാതെ വേറെ ആരുമല്ല, മാറി മാറി ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ തന്നെ. നമുക്കെന്തായാലും ഈ കുട്ടികൾ പഠിക്കാൻ പോകണ്ട എന്ന് പറയാൻ കഴിയില്ല, പറ്റത്തില്ല. ഇതിന് നമുക്ക് ഇപ്പം ഈ വീഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതിൽ 2-3 ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലൊരു സാമൂഹ്യ പ്രവർത്തകൻ ഇത്തരം കാര്യങ്ങൾക്ക് സഹായവുമായി നിലവിലുണ്ട് എന്ന് പ്രേക്ഷകരെ ബോധിപ്പിക്കലാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെയുള്ള സംഭവങ്ങൾ കോളേജുകളിൽ നടന്നാൽ അത് പുറത്തു വരികയും ചർച്ച ചെയ്യപ്പെടുകയും ഇത്തരം വേദികളിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും എന്ന് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവരെ ബോധ്യപ്പെടുത്തലാണ്. 3, ഇതിന് കരുതലെടുക്കാൻ പ്രേക്ഷകരെ, രക്ഷിതാക്കളെ ഇവിടെയുള്ള ഒരു അപേക്ഷ കൂടിയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ ഞങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചു. ദയവായി പ്രേക്ഷകർ ഈ വീഡിയോ കാണുക, ഇതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെ നമുക്കിതിൽ നിന്ന് ഒരു പരിധി ഇതിൽ നിന്ന് പരിധി അടക്കാനായിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു 13 വർഷം കഴിഞ്ഞു ഞാനൊരു കേരളത്തിൽ ഇതിനെതിരെ ഒരു നിയമം കൊണ്ടുവരാൻ, ലീഗലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസ്. ഞാൻ നേരത്തെ കേരള സർക്കാരിന് റെപ്രസെൻറ്റേഷൻ കൊടുത്തു, പരാതി കൊടുത്തു, തീരുമാനമെടുത്തില്ല. ഞാൻ കേരള ഹൈക്കോടതി കയറി, കോടതി ഇതെല്ലാം പരിഗണിച്ചിട്ട് പറഞ്ഞു എത്രയും വേഗം നിയമം കൊണ്ടുവരാൻ പറഞ്ഞു. അന്നൊരു ഉത്തരവ് ഇറങ്ങിയിരുന്നു, സർക്കാരും ഉണ്ടായിരുന്നു. ഞാനത് ഒരുപാട് നോക്കി എങ്ങനെയൊക്കെ വരുമെന്ന്. കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഞാൻ വീണ്ടും ഹൈക്കോടതി കയറി. ഹൈക്കോടതി സർക്കാരിനെ സഹകരിച്ച് എത്രയും വേഗം നിയമം കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് ഓർഡർ ഇറക്കി, ഉത്തരവിറക്കി. നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാൽ, ഹൈക്കോടതി വെബ്സൈറ്റ് ഞാൻ നമ്പർ തരാം, നോക്കിയാൽ മനസ്സിലാവില്ല. സർക്കാർ പിന്നെയും ഉണ്ടായിരുന്നു. ഞാൻ 2023 ഞാൻ പ്രതികരിക്കുന്ന ഒരു സംഘടനയുടെ ആൾക്കാരുമായിട്ട് സെക്രട്ടറിൻ്റെ മുമ്പ് സമരം ചെയ്തു. സമരം ചെയ്തു കഴിഞ്ഞ് സർക്കാർ കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനെ ചുമതലപ്പെടുത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി. അവർ ഡ്രാഫ്റ്റ് തയ്യാറാക്കി, എത്തും ആ നിയമം ആയിട്ടില്ല. ആ നിയമം ആയിരുന്നെങ്കിൽ ഒരു പരിധി വരെ നമുക്കിതിൽ നിന്നെല്ലാം ഒന്ന് ആശ്വാസം കിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും കണ്ട് അഡ്മിഷൻ എടുക്കും, മക്കളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവർ പഠനം പൂർത്തിയായിട്ട് വരുന്നിടം വരെ ഈ മനസ്സിനകത്ത് ആദ്യമാണ്. കാര്യം ഇതെനിക്ക് എന്നെ ഈ ദിവസേന എൻ്റെ ഈ നമ്പരെല്ലാം പുറത്തുള്ളതുകൊണ്ട് ദിവസേന 100 കണക്കിന് ഫോൺ വരും എനിക്ക്. ഏത് കോളേജാണ് നല്ലത്, ഏതാണ് നല്ലത്? അപ്പം ഞാൻ പറയും നല്ലതെന്ന് ഞാൻ പറയാനായിട്ട് ഞാൻ പറയത്തില്ല, നല്ലതാണ്. അല്ല, ഇതിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് അങ്ങേക്ക് ഏതെങ്കിലും കോളേജോ യൂണിവേഴ്സിറ്റിയോ താല്പര്യമുള്ളതുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങ് ഈ ബാംഗ്ലൂരിൽ പഠിച്ച് ഇതേപോലെ പഠിക്കാൻ പോയ ആളാണല്ലേ? ഞാൻ പഠിക്കാൻ പോയാ. ഞങ്ങൾ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസമായിട്ട് ഞാൻ ബാംഗ്ലൂർ. അത് ഏത് കാലഘട്ടത്തിലാണ്? അതൊരു 90. അപ്പോൾ അതിനുശേഷം ഈ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ടിംഗ് ഏജൻസി പോലെ സാധാരണ പഠിക്കാൻ പോകുന്നവരെല്ലാം ചെയ്യാറുണ്ട്. സാറും ചെയ്തിട്ടുണ്ടോ? ഞാനൊരു 15 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. 15 വർഷം മുമ്പ്. എത്ര കാലം ചെയ്തിട്ടുണ്ട്? ഞാനൊരു 2-3 വർഷം ചെയ്തിട്ടുണ്ട്. എന്താണ് നിർത്താൻ കാര്യം? എന്താണ് നിർത്താൻ കാരണം? അന്ന് ഞങ്ങൾക്ക് ഇതുപോലൊന്നും അല്ല. ഒരു അഡ്മിഷൻ ചെയ്ത് അവിടെ ആ ഒരു ഫീസ് സ്കൂളിൽ വാങ്ങിക്കാനത്തെ ഇടപാടൊന്നുമില്ല. ഒരു 5,000 ഒരു 10,000 രൂപ കോളേജുകാർ നമുക്ക് തരും, നമ്മുടെ ആ സർവീസ് ചാർജ്. അതാണ് അന്ന് ഞാനിത് ചെയ്ത കാലഘട്ടത്തിൽ
ഒരു 10% നുണ പറയും, 90% സത്യമായിരുന്നു. പിന്നീട് കാലക്രമേണ ഇത് അങ്ങോട്ട് മാറി. അല്ല, ഏജന്റുമാരാണോ ഈ 90% സത്യം പറയുന്നത്, അതെയോ കോളേജാണോ? ഇല്ല, കോളേജ് എല്ലാം കറക്റ്റായിട്ട് പറയും. നമ്മളൊരു പിള്ളേർ വരണമല്ലോ. അല്ല, ഇപ്പൊ ഈ കോളേജിനേക്കാൾ ഡേഞ്ചറസ് ഏജന്റുമാരല്ലേ, മാഫിയാണ്. കാര്യം ഇപ്പൊ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ കൂട്ടരോട് ചേർന്നൊരു മാഫിയാണോ? അത് തന്നെ ഇപ്പൊ സംഭവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ ജനങ്ങളെ ആ ഒരു ഇഗ്നോറൻസ്, അജ്ഞതയാണ് ചൂഷണം ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. കാരണം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടി, എൻ്റെ മോൾ അവിടെ ഉണ്ട്, അവിടെ ഭാവി പോകും, അവർ വല്ലതും ചെയ്താലോ. അപ്പൊ സാറ് നിർത്താൻ കാരണം ഈ 90% സത്യമല്ലാത്ത കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ 90% അല്ലെങ്കിൽ കൂടുതൽ കള്ളം പറയാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സ്ഥാപനങ്ങളുടെ എണ്ണം ഭീമമായിട്ട് വർദ്ധിച്ചു. ഏജന്റുമാരും അപ്പം ഇപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞാൽ പർട്ടിക്കുലറായിട്ടൊരു സംസ്ഥാനത്തെ കുറ്റം പറയുകയാണെന്ന് എല്ലാവരും ചിന്തിക്കും. പക്ഷേ എന്ത് ചെയ്യാനെ പറഞ്ഞേ പറ്റൂ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേഴ്സിംഗ് പഠന സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കർണാടകത്തിലാണ്. ഏതാണ്ട് 800+ GNM സ്ഥാപനങ്ങളും 700 BSc നേഴ്സിംഗ് പഠന സ്ഥാപനങ്ങളുമാണ് കർണാടകയിലുള്ളത്. ഇതിൽ ആവറേജ് ഒരു എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടാവും ഒരു സ്ഥാപനം? അത് 40 മുതൽ ഒരു സ്ഥാപനത്തിൽ ഇൻടേക്ക് അതിൻ്റെ കപ്പാസിറ്റി 40 മുതൽ 200-300 വരെ കുട്ടികളുണ്ട്. കഴിഞ്ഞ കൊല്ലം മുതൽ മെഡിക്കൽ കോളേജുകളിൽ 250 സീറ്റ് കൂട്ടിക്കൊടുത്തു. നമ്മുടെ മക്കളെ വിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ കൊച്ച് അവിടെയാ സാറേ, അതിന് വല്ലതും സംഭവിക്കുമോ, ഇത് പുറത്ത് പറയണോ? ഓ, അത് എന്നാ ചെയ്യാനായിട്ടാ. പിന്നെ ഈ അവിടെ ചെല്ലുന്ന കുട്ടികൾക്ക് വേറെ പ്രശ്നമുണ്ട്. ഇവരെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഇന്റേണൽ മാർക്കിൻ്റെ പേരിലാണ്. ഇന്റേണൽ മാർക്ക് കുട്ടിയുടെ അവകാശമാണ്, ഇന്റേണൽ മാർക്ക്. പക്ഷെ ഇവർക്ക് ആർക്കും അത് അറിയത്തില്ല. എത്രയോ കുട്ടികൾ കോളേജിൻ്റെ കംപ്ലൈൻറ്റുമായിട്ട് വന്ന് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ രണ്ടാം പൊക്കം ഈ ഗ്രൂപ്പ് 100-150 ആരും പെട്ടുപോകും. കാര്യം MK തോമസിൻ്റെ അടുത്ത് പരാതി ചെയ്യുന്നു, പ്രിൻസിപ്പാൾ വിളിച്ച് വഴക്ക് പറയും, അവധി തരത്തില്ല, ഇന്റേണൽ മാർക്ക് എല്ലാം കുറേ, എത്ര ഗ്രൂപ്പിൽ നിന്ന് പുറത്തു നോക്കണം. നമുക്ക് അന്നേരം കാണാം ഒറ്റ ദിവസം കൊണ്ട് ലെഫ്റ്റ് നമ്മോട് പോകുന്നു. അതൊരു സംഭവമാണ്. ഈ പിള്ളേരെ എനിക്ക് തോന്നുന്നു 90-99% പിള്ളേരും ഈ കോളേജുകാരും ഈ മാനേജ്മെൻറ്റും ഏജൻറ്റുമാരും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഇന്റേണൽ മാർക്കിൻ്റെ പേരിലാണ്. പിന്നെ വേറൊരു വയലേഷനാണ്, ആദ്യം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കാണിക്കുന്നത്, കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. ഈ സർട്ടിഫിക്കറ്റ് ഒരിക്കലും കൈവശം വെക്കരുതെന്ന് വാങ്ങിച്ചു വെക്കാൻ പാടില്ല. UGCയുടെ നിയമമുണ്ട്. ഇത് പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാകണ്ടേ? ഞാൻ എന്നാ ചെയ്യാൻ പറ്റും? ഇത് മേടിച്ചു വെക്കും. മേടിച്ചു വെച്ച് തന്നെ ഇപ്പം അഡ്മിഷൻ അപ്രൂവലിൻ്റെ ഒരു സമയമുണ്ട്. ഈ അഡ്മിഷൻ അപ്രൂവലിൻ്റെ വെരിഫിക്കേഷന് സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാൾ സർട്ടിഫിക്കറ്റുള്ള അവിടെ ചെന്നിട്ട് അവർ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്ത് പ്രിൻസിപ്പാൾ പോകുന്നു കഴിഞ്ഞാൽ 10-15 ദിവസത്തിനകത്ത് യൂണിവേഴ്സിറ്റി ലെറ്റർ അയക്കും. എല്ലാം കഴിഞ്ഞ് ഈ സാധനം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോക്കണമെന്ന്, ഇവിടെ ഇരുന്നാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന്. അങ്ങനെയാണ് സംഭവം. ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇത്രയും പേരെ പിള്ളേർ ഈ സർട്ടിഫിക്കറ്റ് അവിടെ വെച്ച് അവിടെ ഉള്ള തീവെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പോയില്ല. അതുകൊണ്ട് ഈ പ്രൊസീജിയർ കഴിയുമ്പോഴേ യൂണിവേഴ്സിറ്റി വന്ന് മേടിച്ചുകൊണ്ട് നോക്കണം പറയും. പിന്നെ ഇവരുടെ കസ്റ്റഡിയിലാണ്, ഏത് സ്ഥാപനക്കാരുടെ കസ്റ്റഡി, കോളേജുകളുടെ. അവർ പറയും യൂണിവേഴ്സിറ്റിയിലാണ്, സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. ഈ വിവിധ ബ്ലാക്ക് മെയിലിങ്ങിലാണ് പിള്ളേരും രക്ഷിതാക്കളും വീണു പോകുന്നത്. ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പാസ്പോർട്ട് മേടിച്ചു വെക്കണ പോലെ സ്ലേവറി. അത് ഈ ഇപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ഒരു നിയമം പോസ്റ്റ് ചണ്ഡീഗഡ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതിനകത്ത് ആ നിയമപ്രകാരം UGC പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ഥാപനങ്ങളിലും ICC ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി കാണണം. ഈ കംപ്ലൈൻറ്റ് കമ്മിറ്റിയിൽ കോളേജ് അധികാരികളും മാത്രമല്ല, പുറത്തു നിന്നുള്ള സോഷ്യൽ വർക്കർമാരും കാണണം എന്നൊക്കെ നിയമമുണ്ട്. പക്ഷേ ഇത് ആരും പാലിക്കാനായിട്ട്. പിന്നെ കർണാടകയെ സംബന്ധിച്ച് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെല്ലാവരും സാധാരണക്കാരാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണ്. ഈ ഏജൻറ്റുമാർ എന്നാ ചെയ്യും? പിടിക്കാനായിട്ട് എങ്ങുമില്ലാതെ ഏറ്റവും താഴത്തെ ഫീസ് കുറച്ച് പറയും.
അപ്പം രാവിലെ ഞാൻ ഒരു രക്ഷകർത്താവ്, ഒരു സാധാരണക്കാരനാണ്, ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. രാവിലെ ഇദ്ദേഹം വരുന്നത് എന്നെ കാണാനായിട്ട് ബ്രോഷറൊക്കെ ഒന്ന് പറഞ്ഞു, സാറേ ഇത് വലിയ കോളേജാണ് കേട്ടോ, 14 ലക്ഷം രൂപ വരും. ആയിക്കോട്ടെ. 1 മണിക്ക് വരുമ്പോൾ അടുത്ത ആൾ വരിക, സാറേ നമ്മുടെ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അറ്റാച്ച്ഡാ, 6 ലക്ഷം രൂപ ഉള്ളൂ. ഞാൻ എന്നാ ചെയ്യും? അത് ഈ 6 നിയമവിരുദ്ധമാണ്, ഈ 13 നിയമവിരുദ്ധമാണ്. TMAY വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക, ഇമന്താർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക, ഈ കേസിനകത്ത് സുപ്രീം കോടതി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിലും ഫീസ് ഫിക്സേഷൻ കമ്മിറ്റി, ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി വേണം. ഒരു സ്ഥാപനക്കാർക്കും ഇന്ത്യയിലെ ഒരു ഈ സർക്കാർ സംബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനക്കാർക്കും സ്വന്തമായിട്ട് ഫീസ് നിശ്ചയിക്കാൻ പറ്റത്തില്ല. അത് ഇപ്പം ഞാനൊരു കോളേജ്, അത് സർക്കാരിൻ്റെ അനുമതി വേണം, അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞിട്ട് ഇത്ര ഫീസേ ആകാവുള്ളൂ, ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓർക്കണം, ഒരു കോളേജിൽ 12-13 ലക്ഷം രൂപ പറയുന്നു, അതേ വിദ്യാഭ്യാസം തന്നെ വേറൊരു സ്ഥാപനത്തിൽ 6 ലക്ഷം രൂപ പറയുന്നു. എന്താണ് ഇതിൻ്റെ അന്തരംഗം? എന്താ ഇതിൻ്റെ ഡിഫറൻസ്? എന്തുവാ? ഈ +2 കഴിഞ്ഞ് ട്വിറ്ററും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നോക്കുന്ന കുട്ടിക്ക് ഈ കോളേജ് എവിടാണ്, ഈ കോളേജിൻ്റെ അംഗീകാരം ഏത് യൂണിവേഴ്സിറ്റിയാണ്, ആ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറാമല്ലോ. അല്ലെങ്കിൽ തോമസ് സാറേ ഇതിന് INC ഉണ്ടോ? ഞാൻ INC-കാരനാണോ? ഇന്റർനാഷണൽ കൗൺസിലിൽ അംഗീകരിച്ച ആളാണോ? INCയുടെ വെബ്സൈറ്റ് ഉണ്ട്, പരിശോധിക്കാമല്ലോ. അതറിയത്തില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായം മാറിയിരിക്കുക. എനിക്ക് അനങ്ങാൻ വരാം, ഏജന്റ് പറയണ ഡിപ്പെൻഡ് ചെയ്യും. ആ വിശ്വാസമാണ് ഇവർ കൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. തോമസ് സാർ, ഇതിനെതിരെ സാർ കുറെ ബുക്കുകളും ഇതിനെതിരെ സാർ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ശാരീരികമായി തന്നെ സാറിന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ സാറിനെ ഗുണ്ടകൾ ആക്രമിച്ചിട്ടുണ്ട് അല്ലേ? അതങ്ങനെ എനിക്ക് പറ്റിയത്. ഒരു കാല് നഷ്ടപ്പെട്ടു. കാലിന് മുട്ടിന്റെ മൂട് വെച്ചു. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് സാർ? അതിന്റെ കഥ എന്താ? അത് ഇപ്പൊ പറയുമ്പം എല്ലാം കൂടെ പറയണം. ഈ നേഴ്സിംഗ് പഠനം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു കൂടിച്ചേർന്ന ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലിനിക്കൽ എക്സ്പോഷർ, ക്ലിനിക്കൽ ട്രെയിനിങ് ആണ് ഇതിനകത്ത് ആവശ്യമുള്ളത്. ഈ രേഖകൾ പ്രകാരം അവിടെ പ്രവർത്തിക്കുന്ന നേഴ്സിംഗ് പഠന സ്ഥാപനങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ വലിയൊരു അത്ഭുതമാണ് കർണാടക സംസ്ഥാനം. കാരണം അത്രയും ആശുപത്രിയോ എന്ന് നമ്മൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് തോന്നിപ്പോകും. പിള്ളേരെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പം ഈ പറയുന്ന ഫെസിലിറ്റി ഒന്നും കാണത്തില്ല. ഹോസ്പിറ്റലേ ഉണ്ടാവത്തില്ല. ഹോസ്പിറ്റൽ കാണും, അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല. കാരണം സർക്കാരിൻ്റെ ഹോസ്പിറ്റലിൽ 1 70, 80, 90 സ്ഥാപനങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് അത്രയും പിള്ളേരാണ് അവിടെ വരുന്നത്. ഒരു ഹോസ്പിറ്റലിൽ തന്നെ സർക്കാരിന്റെ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാരിന്റെ കോളേജുകളിൽ നിരവധി, 1ഉം 2ഉം അല്ല, നിരവധി സ്ഥാപനങ്ങളാണ് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്ലിനിക്കൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അപ്പോൾ ഇതൊന്നും കാണത്തില്ല. പിള്ളേർ ചുമ്മാ അവിടെ പോയി വർത്താനമൊക്കെ പറഞ്ഞ് ഈ തിരിച്ചു പോരും, എല്ലാം എഴുതി ഒപ്പിടും, കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ പിന്നെ അധ്യാപകർ, ഈ പിള്ളേർക്ക് ഇവിടുന്ന് പോകുന്നവർക്ക് അറിയാൻ പാടാത്ത 2 കാര്യങ്ങളാണ്. ഒരു സ്ഥാപനത്തിൽ അധ്യാപകരാരൊക്കെയാണ്, ഈ സ്ഥാപനത്തിൻ്റെ ക്ലിനിക്കൽ എവിടാണ്, ഇപ്പോൾ ഇവിടെ പുതിയൊരു സംഭവം, ഇത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നവിടാണ്. ഇപ്പോൾ നിങ്ങൾ പോസ്റ്റൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏത് ഗ്രൂപ്പാണ്? ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണ് അനുമതി കൊടുത്തത്? നിങ്ങൾ രാജൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഒരു സ്ഥാപനത്തിന് എവിടെയും രജിസ്ട്രേഷൻ ഇല്ല. പക്ഷേ രാജൻ കോളേജ് ഓഫ് നേഴ്സിംഗ്, അതിന് അംഗീകാരമുണ്ട്. ഈ കുറേ 3-4 സ്ഥാപനം എടുത്തു വെച്ചിട്ട് ഇവൻ ഒരു പേര് കൊടുക്കും, ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിള്ളേർ ചെല്ലുമ്പോൾ വലിയൊരു ക്യാമ്പസ്, അത് A ബാച്ച്, ഇത് B ബാച്ച്, ഇത് C ബാച്ച്, ഒരേ ബിൽഡിങ്ങിനകത്താണ്. ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ബിൽഡിങ്, അതിനുള്ള ലാബറട്ടറി, അതിനുള്ള ഫെസിലിറ്റീസ്,
അതിനുള്ള അധ്യാപകർ എല്ലാവരും കാണണം. പക്ഷേ ഇതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് അത് ഒരു മാനേജ്മെൻറ്റാണ്. ഇവിടെ ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരു ക്ലാസ് റൂമിൽ എ ബാച്ച് ഒന്നാം വർഷം തന്നെ 2ഉം 3ഉം ബാച്ച്, എ ബാച്ച്, ബി ബാച്ച്, സി ബാച്ച്, ഡി ബാച്ച്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണോ സാറിനെ ആക്രമിച്ചത്? എന്താണ് ഈ ആക്രമിക്കാൻ? അത് ഞാൻ പറയാം. അപ്പം ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചെന്ന് കഴിയുമ്പം ഇവരിങ്ങനെ കണ്ട് ഇവർ ഒച്ചയും ബോളം വെക്കാൻ പറയും, നിങ്ങൾക്ക് എന്നാ വേണ്ടത്? പരീക്ഷ പാസ്സായപ്പോ മതി, നാം ഉണ്ടായിരുന്നോ? പിന്നെ ഇവർ തോന്നിവാസനങ്ങൾ വിടുക. എപ്പോൾ പോയാലും കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല. പരീക്ഷയാകുമ്പം ഈ പരീക്ഷാ ഓഫീസിൻ്റെ കൂടെ ഇച്ചിരി പൈസയാണ് കൂടുതലും മേടിക്കും. എന്തിനാണെന്നറിയാമോ? കോപ്പി അടിപ്പിക്കാൻ. അതിന് പ്രത്യേക ഫീസാ. അതിൻ്റെ ഈ കോപ്പി അടിച്ച് പാസ്സാകുന്നതിൻ്റെ ഒരു വ്യക്തത മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലെ ഒരു മെഡിക്കൽ കോളേജാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ ഇടയ്ക്കത്തെ ഈ സമയത്ത് വളരെ മുമ്പ് നടന്ന പരീക്ഷയിൽ അവിടെ 250 കുട്ടികളിൽ 10 or 20 പിള്ളേരങ്ങാണ്ട് തോറ്റുപോയി. കാര്യം മെഡിക്കൽ കോളേജിൽ അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പാൾ ആരാണ്? നല്ല പ്രിൻസിപ്പാളാണ്, നല്ല വിദ്യാഭ്യാസമാണ് എല്ലാം കൊടുക്കുന്ന. അവിടെ പിള്ളേർ നോക്കുന്നു. വേറെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത കോളേജിൽ പിള്ളേർക്ക് ഡിസ്ട്രക്ഷൻ വരെ മാർക്കാണ്. എങ്ങനെയുണ്ട് ക്വാളിറ്റി? ഇവരാണ് നാളെ വന്ന് നമ്മളെ ചികിത്സിക്കുന്നത്. നല്ല കോളേജിൽ കുട്ടികൾ തോക്കുക. എന്തുകൊണ്ടാ? അവിടെ സംവിധാനമില്ല. മര്യാദയ്ക്ക് പഠിച്ചോണം. കോപ്പി അടിച്ച് ഡിസിഷൻ കിട്ടും, ജയിക്കുമല്ല ചെയ്യണേ, അത്രയും മാർക്ക് കിട്ടും. ഇല്ല, അതിലൂടെ ഞാൻ വരുന്നത്. ഇതാണ് സംഭവം നടക്കുന്നത്. അപ്പം പിന്നെ ഈ 95-98% +2 മേടിച്ച വിദ്യാർത്ഥികൾ അവിടെ പോയിട്ട് പഠിക്കാതെ അവരുടെ കഴിവും എല്ലാം നഷ്ടപ്പെട്ട് വേറെ ഏതോ ലോകത്തായിട്ട് പരീക്ഷയ്ക്ക് വരുമ്പം എഴുതി എന്നിട്ടൊക്കെയോ പാസ്സാകുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റുമായിട്ട് പോരുന്നു. അവിടുത്തെ സംസ്ഥാന കൗൺസിൽ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ കിട്ടുന്നു. അതുമായിട്ട് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ലേ? ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് ലൈസൻസ് ഉള്ള ഒരാൾ വണ്ടി ഇടിച്ച് ഒരാൾ മരിച്ചു പോയാൽ നിസ്സാരമായ കേസുള്ളൂ. കൊലപാതകം ഇല്ല. അശ്രദ്ധമായ ഡ്രൈവിങ് മൂലം ഇതെന്ന് പറഞ്ഞ പോലാണ്. ഇതുപോലെ പഠിച്ചു വരുന്ന ഒരു നേഴ്സ് ഒരു ആശുപത്രി വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ മാറിയാൽ, ഒരു ഡോസേജ് മാറിയാൽ, ചെറിയ നെഗ്ലിജൻസ് വന്നു പോയാൽ ആർക്കാ നഷ്ടം വരുന്നത്? ഞാൻ ഈ പറയുന്നത് ഈ പഠിക്കാൻ പോകുന്ന പിള്ളേരും ആർക്കും വേണ്ടി ഒന്നുമല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്. അതിനൊരു മറുപടിയാണ്, അതിനൊരു വേറൊരു സംഗതിയാണ് GNM, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്. ഭയങ്കര നല്ല ക്വാളിറ്റി, നല്ല ട്രെയിനിങ് എല്ലാമാണ്. കർണാടകയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം, കർണാടക ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഇവിടെ. അത് വെച്ചിട്ട് അത് കാണിച്ച് കേരളത്തിൽ പിള്ളേരെ, കേരളത്തിൻ്റെ എല്ലാ മുക്കിനും മൂലയിലുമാണ് ഈ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ് മനസ്സിലായോ? GNM പഠിക്കുന്ന GNM കോഴ്സ് ക്ലാസ്സിലിരുന്ന് നല്ലപോലെ ക്ലിനിക്ക് എടുത്ത് പഠിക്കേണ്ട കോഴ്സിൻ്റെ അവിടെ പ്രവർത്തിക്കേണ്ട പഠിക്കേണ്ട കുട്ടികൾ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ്. ആ ഒരു സംഭവം ഞാൻ ഇവിടെ കപ്പിയെടുത്ത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുമൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ DGPക്ക് പരാതി കൊടുത്തു, പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും പരാതി കൊടുത്തു. ഈ 18-ാം തീയതി ഹൈക്കോടതി തുറന്നുള്ളൂ. അടുത്ത ആഴ്ചയിൽ ഞാൻ ഹൈക്കോടതി കയറും, CBI അന്വേഷണം വേണമെന്നും പറഞ്ഞോണ്ട്. ഇതെന്താ പറയുന്നത്? ഇവരെ ഒന്നുമില്ല, ചുമ്മാ ഇവിടെ ഇരിക്കും, വർത്താനം പറയും, എന്നിട്ട് പരീക്ഷ സമയമാകുമ്പോൾ ഇവിടുന്ന് പെട്ടിക്കണക്കിന് അവിടെ കൊണ്ടുചെല്ലും. എന്തെങ്കിലും എഴുതിട്ട് പോടെ, കുഴപ്പമില്ല. തിയറി ഇല്ല, പ്രാക്ടിക്കൽ ഇല്ല. ആരെങ്കിലുമൊക്കെ കയറി നല്ല മാർക്ക് കിട്ടും. പിള്ളേർ ഒരു 3-3.5 വർഷം കഴിയുമ്പോൾ ഇവരെല്ലാവരും നേഴ്സുമാരായിട്ട് മാറുക. ഇവരാണ് നാളെ നമ്മളെ ചികിത്സിക്കാനായിട്ട് വരുന്നത്. GNM കഴിഞ്ഞേ, ഇനി GNM അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഒരു 2 വർഷ കോഴ്സുണ്ട്. അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ BSCയുടെ ഈക്വലൻ്റായിട്ട് BSC വരുന്നത്. അതിൻ്റെ പേരാണ് പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ്. 2 വർഷ കോഴ്സേ ഉള്ളൂ. ഈ പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ് ഇതുപോലെ തന്നെ പഠിക്കാം, ക്ലാസ്സിൽ കയറണ്ട. 2 വർഷങ്ങളുടെ കൂടി 1600 മണിക്കൂർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വേണം. 1500-1500 മണിക്കൂർ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ്
ക്ലാസ്സിൽ കയറത്തില്ല. ഏലിയാമ്മ സൗദിയിൽ, മിനി ഖത്തറിൽ, ജസ്റ്റിൻ സിംഗപ്പൂർ. ഈ കോഴ്സ് പഠിച്ച് പരീക്ഷ എഴുതാൻ വന്നതിൽ കുഴപ്പമൊന്നുമില്ല, പൈസ മതി, വേറെ ആര് പരീക്ഷ എഴുതിക്കോളും. ഇത് അപ്ഗ്രേഡേഷൻ കോഴ്സിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അത് തന്നെ പോസ്റ്റ് ബേസിക് PBBSc എന്ന് പറയും. അല്ല, ഇത് നേഴ്സുമാർക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അല്ല, ഈ GNM കഴിഞ്ഞവർക്ക് ഞാൻ പറഞ്ഞ ഈ GNM BSc നേഴ്സിന് തുല്യമാകാനുള്ള പ്രോഗ്രാമാണ്. ഈ GNM ക്ലാസ്സിൽ കയറാതെ ഇവിടെ ഇരുന്ന് കേരളത്തിൽ പഠിച്ച് കർണാടക പരീക്ഷ എഴുതുന്നതുമില്ല, അങ്ങനെ പാസ്സായവർ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് അവർക്ക് പിന്നെ അപ്ഗ്രേഡേഷനാണ് പോസ്റ്റ് ബേസിക് BSc നേഴ്സ്. അതും ഇതേ മാതൃകയിലാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇത് കഴിഞ്ഞ് നിന്നില്ല. തോമസ് സാർ ശരിക്കും വ്യാജ സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുവാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കാര്യം പറയുന്നത് ഇവർക്ക് വേണ്ടിയില്ല, ഞാൻ എൻ്റെ ജനങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾ ജാഗരൂകരായിരിക്കണം. നിങ്ങൾ ആശുപത്രി ചെല്ലുമ്പം ജാഗ്രത പാലിക്കണം. നഷ്ടം വന്നാൽ നിങ്ങൾക്ക് നഷ്ടം വരത്തുള്ളൂ. അല്ല സാർ, ഇത് എങ്ങനെ ജാഗരൂകരാകാൻ പറ്റും? വരുന്ന ഒരു നേഴ്സ് അതിനാണ് ഇപ്പൊ ഞാൻ അടുത്തൊരു കോലാഹലമാകൂ എനിക്കറിയത്തില്ല, ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നു. അതിൻ്റെ തെറി പറഞ്ഞാൽ ഞാൻ പറയും, ഹോസ്പിറ്റലുകാർ നേഴ്സുമാരുടെ എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണം. സർട്ടിഫിക്കറ്റ് കിടക്കുമല്ലേ, പിന്നെ പ്രസിദ്ധീകരിച്ച് അതാ സിസ്റ്റത്തിന്റെ കുഴപ്പം. ഇവിടെ ഇരുന്ന് GNM പഠിക്കുന്ന ആള് അവന്റെ ക്ലിനിക്കൽ ട്രെയിനിങ് എല്ലാം അവിടെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെയാണ് എല്ലാ റെക്കോർഡും റെഡിയാ. ഈ പരീക്ഷാ അതോറിറ്റിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട രേഖകളെല്ലാം റെഡിയാണ്. പിന്നെന്താണ്? അല്ല, ഈ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ, ജനങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇല്ല, അതിനാണ് ഈ സിസ്റ്റം മാറണം. ഈ സിസ്റ്റം മാത്രമല്ല, ഈ മേഖലയ്ക്ക് വരുന്ന ആദ്യം മനസ്സിൽ ഒരു ചങ്കത്തൊട്ട് പറയണം, ഞാൻ നല്ലൊരു നേഴ്സായിട്ട് ഞാൻ വരും എന്ന് ആദ്യം അവരൊരു തീരുമാനം എടുക്കണം. അതാണ് വേണ്ടത്. അല്ലാണ്ടൊരു മാർഗ്ഗമില്ല, അതിനൊരു മാറ്റമില്ല. ഈ പോസ്റ്റ് BSc ഇങ്ങനെ കഴിഞ്ഞു, ഓക്കെ, എല്ലാ അപ്ഗ്രേഷനായി BSc. അടുത്തതാണ് MSc പഠിക്കാം. ഇതെല്ലാം പോസ്റ്റൽ വഴി നീന്തൽ പഠിക്കുന്നത് പോലെ പഠിക്കാവുന്നത്. ഈ MSc എന്ന് പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേഷനാ. ഇതിനകത്ത് വരുന്ന സിനോപ്സിസ് കാശ് വരുന്ന എഴുതി തരും. നിങ്ങൾ എവിടെയെങ്കിലും പൊക്കോ. ഒന്ന് ഓർക്കണം, MSc പഠിച്ചു കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന ഈ ആൾക്കാർ വരുന്ന തലമുറയാണ് തകർക്കുന്നത്. ഇവരിങ്ങനെ പഠിച്ചിട്ട് ഇവർ നാളെ കുറച്ച് ആൾക്കാർ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് സൂപ്രണ്ടുമാരായിട്ടിരിക്കും. മറ്റുള്ള ആൾക്കാർ ഭൂരിഭാഗം ഫാക്കൽറ്റികളായിട്ടാണ് കോളേജുകളിൽ കയറുന്നത്. ഇവരാണ് അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ പോകുന്നത്. അല്ല സാറേ, പക്ഷെ ടീച്ചിങ് സെന്ററും മെഡിക്കൽ കോളേജുമായിട്ട് ഇത്ര ദൂരം വേണം എന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഇല്ലേ? ഒക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ഈ ഫാക്റ്റ് മനസ്സിലായില്ലേ? ഇവരാണ് നാളെ ഈ GNM ക്ലാസ്സിൽ കയറാതെ ഇവിടെ ഇരുന്ന് പഠിച്ച് അവിടെ പരീക്ഷ എഴുതി, അത് സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷനൊക്കെ ആയി. പോസ്റ്റ് BSc വീണ്ടും ഇതുപോലെ പഠിച്ച് പരീക്ഷ എഴുതി. അവർ പിന്നെ MSc കഴിഞ്ഞു. MSc കഴിഞ്ഞ് ഇതേ ആൾക്കാരാണ് നാളെ എൻ്റെ കുഞ്ഞ് ഒരു ആത്മാർത്ഥമായിട്ട് നേഴ്സ് ആകണമെന്ന് ചെല്ലുമ്പോൾ ഇവരാണ് അതിനെ പഠിപ്പിക്കുന്നത്. എങ്ങനെ കാണും? പറഞ്ഞു കൊടുക്കും. സിസ്റ്റം തകരുവാണ്. സിസ്റ്റം മാത്രമാണ് തകരുന്നത്, നമ്മുടെ ആരോഗ്യ പരിരക്ഷ വരെയാണ് ഇവിടെ തകരുന്നത്. അല്ല, ഇത് ലോകത്തിലേക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്യുമല്ലേ, ഇവര് തന്നെയാണ് വിദേശത്ത്. അല്ല, നാളെ വേറൊരു കാര്യമുണ്ട്. ഇതറിഞ്ഞ ജനങ്ങൾ ഒന്നും മാറിയില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു എക്കണോമി തന്നെ നാളെ തകർന്നു പോകും. നമ്മുടെ ഈ ഇപ്പം കാണുന്ന കേരളത്തിൻ്റെ ഈ വികസനം എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഫോറിൻ മണി. ഈ ഫോറിൻ മണിയിൽ ഏറ്റവും കൂടുതൽ എന്നാണെന്നറിയാമോ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യുന്ന നേഴ്സുമാരാണ്. നമ്മുടെ ഈ ഇന്ത്യയുടെ നേഴ്സുമാർക്ക് വിദേശത്തൊക്കെ നല്ല റെസ്പെക്ട്. ഈ റെസ്പെക്ട് ഇപ്പോൾ പോകും. കറക്റ്റ്. പോയാൽ എവിടാണ് റിജക്ഷൻ വരും? എവിടാണ് ഒരു ആഘാതം വരുന്നത്? നമ്മുടെ എക്കണോമിയിൽ. നമ്മുടെ എക്കണോമിയെ വരും. അവിടെ നിന്നെല്ലാം വരുവോ വരാതിരിക്കുമോ? ഞാൻ ഫാക്റ്റാണ് പറയുന്നത്. ഒരു കുടിയിറക്ക് വന്നു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? നമ്മളിപ്പം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളും അവിടുത്തെ മോശാവസ്ഥയും അതിൻ്റെ ഇടയിൽ നിന്ന് മോശമായി പെരുമാറുന്ന
ഏജൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അവിടേക്കുള്ള ഈ ആൾക്കാരുടെ പ്രയാണം കുറയാൻ പോകുന്നില്ല. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ കുട്ടികളെ ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇതിനൊരു മാർഗം? അല്ല, എന്താണ് മാറുക? ഞാനിപ്പോൾ ഈ വളരെ അടുത്ത നാളിലായിട്ട് ഇപ്പം ഈ എൻ്റെ അടുത്ത് വരുന്ന അത് വെച്ചാണല്ലോ ഞാൻ കണക്ക് കൂട്ടുന്നത്. പലർക്കും പല പൈസ പോയി, സർട്ടിഫിക്കറ്റ് പോയി, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാനിപ്പം പല എൻ്റെ കൂടെ സഹകരിക്കുന്ന നമ്മുടെ സംഘടനയുടെ, ഞാൻ വാപ്സി സംഘടനയുടെ ഒരു സംഘടനയുണ്ട്. കുറേ അഡ്വക്കേറ്റുമാരും കുറേ സാമൂഹ്യ പ്രവർത്തകരാണ് കൂട്ടിയിട്ട് ഞാനൊരു സാപ്പ് സ്റ്റുഡൻറ്റ് അഡ്മിഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റ്, ഒരു ട്രൈപാർട്ടി എഗ്രിമെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കോളേജുകാർ, സ്റ്റുഡൻസും പേരൻസും, ആരാണ് ഫെസിലിറ്റേറ്റർ, ആരാണ് ഏജൻറ്റ്, ഇവർ മൂന്നും കൂടെ എഴുതി ഒപ്പിടുന്ന ഒരു രേഖ വേണ്ട നമുക്ക്. നമ്മളിപ്പോൾ ഉദാഹരണം, നമ്മളൊരു വസ്തു മേടിക്കാൻ പോകും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമ്പാദ്യവും മുടക്കി നമ്മളൊരു വസ്തു മേടിക്കാൻ പോവുക. ഒരു ബ്രോക്കർ എന്ന് പറയാം എല്ലാം ഓക്കെ പൈസ എന്നുള്ളപ്പോൾ നമ്മൾ കൊടുക്കുമോ? നമ്മൾ രജിസ്റ്റർ ചെയ്യും, എഗ്രിമെന്റ് വയ്ക്കും, എല്ലാം ചെയ്യും. ആദ്യം മുതൽ ഈ രേഖയെല്ലാം പരിശോധിക്കുമോ? ലീഗൽ ഒപ്പീനിയൻ എടുക്കത്തില്ലേ? ആധാരം, ബാധ്യത സർട്ടിഫിക്കറ്റ്, അത് വരുമ്പോഴേ ആ 17-18 വർഷത്തെ ബാധ്യത ഉണ്ട്. ഇതെല്ലാം പരിശോധന ശേഷമല്ല നമ്മൾ അഡ്വാൻസ് പോലും കൊടുക്കത്തുള്ളൂ. പക്ഷേ ഈ കുട്ടിയുടെ പഠനത്തിൻ്റെ കാര്യം വരുമ്പോൾ രക്ഷിതാക്കൾ ഇതൊന്നും പരിശോധിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. തോന്നിയ സ്ഥലത്ത് ഈ ട്രൈപാർട്ടി എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ വെച്ചാൽ ഈ പറഞ്ഞ സംഭവം രാത്രി 9 മണിക്ക് വന്നാലേ ഇന്ത്യൻ മാർക്കറ്റിന്റെ സംഭവം അവിടെ നിൽക്കുകയാണ് വീണ്ടും. അല്ല, അതല്ല പറയുന്ന, അതിനുള്ള കമ്മിറ്റി അതിനകത്ത് പറയുന്നുണ്ട്. ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയുടെ ഡീറ്റെയിൽസ് എനിക്ക് തരൂ, ആരൊക്കെയാണ് അതിനകത്ത്, പുറത്തു നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകർ കാണണം, അത് പറയുന്നുണ്ട് പ്രത്യേകം. സാറേ ഇതിനകത്തുള്ള ആദ്യം പറഞ്ഞത് വീണ്ടും നിൽക്കുകയാണ്. ചെയർമാന്റെ ഭാര്യയാണ് പ്രിൻസിപ്പൾ, പിന്നെ ആരുടെ പറയും? അല്ല, അതിനല്ല ഈ ICC, അതായത് പോസ്റ്റ് നിയമപ്രകാരമുള്ള ICCക്കകത്ത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തു നിന്നുള്ള രണ്ടുപേരും. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? പഠിക്കാൻ പോകണമെന്ന് പറയാൻ പറ്റുമോ? അതെ അതെ, ജാഗ്രത പാലിക്കുക. അല്ല, അതിനൊരു ഫോർമാറ്റ് സാർ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റ് അംഗീകരിക്കും. അത് സർക്കാർ അംഗീകരിക്കണ്ടേ? സർക്കാരിന്റെ മുമ്പിൽ കിടക്കുമല്ലേ ഡ്രാഫ്റ്റ്, അല്ലെ എനിക്ക് നയിക്കാൻ പറ്റും. കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് എഗ്രിമെന്റ് വേണമെന്ന് കേരള ഗവൺമെന്റ് തീരുമാനിക്കണം. അതുപോലെ തന്നെ ഞാൻ ബാങ്കിന് എഴുതിയിട്ടുണ്ട്, ഒരു കുട്ടി വിദ്യാഭ്യാസ വായ്പയ്ക്ക് ബാങ്കിനെ സമീപിക്കുമ്പോൾ ചോദിക്കണം എങ്ങനെയാണ് നീ അഡ്മിഷൻ എടുത്തത്. കാരണം അവിടെ ബാങ്കുകാർക്കും വിഷയമുണ്ട്. ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുള്ള, ഇന്ന യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള ഒരു കോഴ്സിൻ്റെ വിദ്യാഭ്യാസ വായ്പയുടെ അപേക്ഷയ്ക്ക് വരുമ്പോൾ അതേ കോഴ്സ് പല സ്ഥാപനങ്ങളിൽ പല ഫീസ്. ഇതെങ്ങനെ ശരിയാകുന്നത്? അതുകൊണ്ട് എന്തുകൊണ്ട് ബാങ്കിന് പോകണമെങ്കിൽ വാഴ 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, അല്ലെങ്കിൽ 4 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്ത് വിടും. അവർ ആ ബാങ്കുകൾ വിദ്യാഭ്യാസ വായ്പ തന്നില്ല എന്നുള്ള കുറ്റം കേൾക്കാതിരിക്കാനായിട്ട് കൊടുത്തുവിടും. സാർ അതിനൊരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള റേറ്റ് ഇല്ലേ? ഉണ്ടല്ലോ, പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല. അതായത് ഇതിനെല്ലാം ഞാൻ ചോദിക്കുന്നില്ല ഉണ്ട് എങ്കിൽ പോലും, അതായത് ഇതിന്റെ ആരാണോ ഇതിന്റെ കൺസ്യൂമർ, അല്ലെങ്കിൽ ആരാണോ വിദ്യാർത്ഥി, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പേരൻസ് ആരാണോ, അവർ പ്രോപ്പറായി ബിഹേവ് ചെയ്യാതെ ഈ പ്രശ്നങ്ങളൊന്നും തീരില്ല എന്നുള്ളതാണ് സാറിന്റെ. നമ്മള് അവിടെ ഒരു കോളേജല്ലേ, നിന്റെ ക്ലിനിക്കിലൊക്കെ എവിടാ ഒന്ന് കാണിച്ചു തന്നേ. നിങ്ങൾ കോളേജും ആശുപത്രിയും നമ്മളൊരു എഗ്രിമെന്റ് ഒന്ന് കാണട്ടെ. അല്ലാതെ നീ ഒരു വാട്സപ്പിൽ പോസ്റ്റ് അയച്ചു തന്നെ കൊള്ളാം, 2-3 കോളേജ് കൊണ്ട് മൾട്ടി ഹോസ്പിറ്റൽ ഒക്കെ സമ്മതിച്ചു, ഒന്ന് കാണിച്ചു തന്നെ. ചോദിക്കണ്ടേ? പിന്നെ എല്ലാ സ്ഥാപനത്തിലും അത് യോഗ്യത അനുസരിച്ച് അധ്യാപകരുടെ യോഗ്യത കണ്ട് പരിശോധിച്ച് അപ്രൂവ് ചെയ്തിട്ടാണ് അധ്യാപകരാണ് കോളേജിൽ കാണേണ്ടത്. എത്ര രക്ഷിതാക്കളാണ് ചോദിക്കുന്നത്, നിന്റെ സ്ഥാപനത്തിൽ എത്ര അധ്യാപകരുണ്ടെന്ന് കാണട്ടെന്ന്? ഇല്ല. എന്തുകൊണ്ട് ചോദിക്കാത്ത? ഈ അധ്യാപകരുടെ എല്ലാം ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്കാരെ ഇവിടെ കള്ളത്തരം കാണിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അധ്യാപകർക്കെല്ലാം ശമ്പളം ത്രൂ ബാങ്കേ കൊടുക്കാവുള്ളൂ. അഫിലിയേഷൻ പുതുക്കുന്ന സമയത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അവിടെ അത് സർക്കാരിന് കൊടുക്കുന്ന രേഖയാണ്. കുട്ടീൻ്റെ രക്ഷകർത്താൻ ചോദിക്കണം, ഒരു ഏജൻറ്റ് വരുമ്പോഴേ ഇതൊക്കെ കൊണ്ടുപോകാം, ഞാൻ നോക്കാമെന്ന് പറയണം. നമ്മൾ ആവശ്യപ്പെടണം. ശരി, തോമസാറെ അവൻ വിളിക്കണം കേട്ടോ, ഇന്നലെയും വിളിച്ച് പറഞ്ഞു കേട്ടോ, ഇന്ന് സീറ്റ് തീരുവാണ്. ഞാൻ എന്നെയാണ് സാറേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മോശക്കാരനായി. ഓക്കെ, നമുക്കിത് ഒരുപാട് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. പറഞ്ഞാൽ തീരത്തില്ല. അതാണ്
ഇപ്പം നമുക്ക് സതീഷ്, നമുക്ക് പ്രേക്ഷകർക്കൊരു നിർദ്ദേശം കൊടുക്കാം. ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുക. തോമസ് സാറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവവും അദ്ദേഹം നിലകൊള്ളുന്നത് ഇത്തരത്തിൽ ചൂഷണത്തിനെതിരെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഇന്ന് ഈ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഇന്ന് ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ വീഡിയോയുടെ താഴെ അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോയുടെ ഒരേ ഒരു ഉദ്ദേശം ഇത്തരത്തിലുള്ള ചൂഷണത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങളും അവരുടെ രക്ഷകർത്താക്കളും ബോധേഡായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. ഈ വീഡിയോ ലക്ഷ്യം കാണട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം. നമസ്കാരം.